പൊതുജനം ഇമ്പാക്റ്റിലേക്കാണ്. നിർമ്മാണം നിലച്ച തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് അഗ്നിരക്ഷാ നിലയത്തിന് പുതുജീവനാവുകയാണ്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായി 65 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി വാമനപുരം MLA DK മുരളി അറിയിച്ചു. നിലവിലുള്ള അഗ്നിരക്ഷാ നിലയത്തിന്റെ ശോചനീയാവസ്ഥയും പുതിയ കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതും 24 ആണ് പുറംലോകത്തെ അറിയിച്ചത്. പൊതുജനം കരുതിയ LSR ഇമ്പാക്ട്. സ്ഥലപരിമിതിയും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും മൂലം പ്രതിസന്ധിയിലായി തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് അഗ്നിരക്ഷാ നിലയം. 2 വർഷം മുൻപ് ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. 11 പഞ്ചായത്തുകളാണ് ഈ അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിലുള്ളത്. നിർമ്മാണം പാതി വഴിയിൽ നിലച്ച വെഞ്ഞാറമ്മൂട് അഗ്നിരക്ഷാ നിലയം പ്രവൃത്തി പകുതിയിലധികം പൂർത്തിയായിട്ടും ഉദ്യോഗസ്ഥർക്ക് പഴയ പൊട്ടിപ്പൊളിഞ്ഞ വാടക കെട്ടിടത്തിൽ ജോലി ചെയ്യേണ്ട ഗതികേട്. ഒടുവിൽ പുതിയ കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. അഗ്നിരക്ഷാ നിലയത്തിന്റെ ശോചനീയാവസ്ഥയും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നിലച്ചതും 24 വാർത്തയാക്കിയത് ആഗസ്റ്റ് 17. തുടർന്നാണ് അഗ്നിരക്ഷാ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലുണ്ടാകുന്നത്. ചുറ്റുമതിലും വെള്ളം സംഭരിക്കുന്നതിനുള്ള ടാങ്കുമടക്കമുള്ള അനുബന്ധ ജോലികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. പദ്ധതിക്കായി 65 ലക്ഷം രൂപ അനുവദിച്ചതായി സ്ഥലം MLA DK മുരളി പ്രതികരിച്ചു. കെട്ടിട നിർമ്മാണം വേഗത്തിലാക്കുമെന്നും DK മുരളി MLA. അവിടെ ഒരു വാടക കെട്ടിടത്തിലാണല്ലോ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടെ സൗകര്യമുള്ള സ്ഥലം റവന്യൂവിൽ നിന്ന് ഫയർഫോഴ്സിന് കൈമാറിയിട്ടാണ് ഈ കെട്ടിടം ഈ ഗവൺമെൻറ് തന്നെ 2,60 ലക്ഷം രൂപ അനുവദിച്ചത്. അതിൻ്റെ പണി പൂർത്തിയാകുമ്പോഴാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിനും അതുപോലെ തന്നെ യാർഡിൻ്റെ ടൈലിടുന്നതിനും മറ്റുമൊക്കെയായി കുറച്ച് തുക കൂടി ആവശ്യമാണ് എന്ന് കണ്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ അതിനു കൂടി സാങ്ഷൻ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കി ഫയർഫോഴ്സിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ വാടക കെട്ടിടത്തിൽ നിന്ന് ഈ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റും. വെഞ്ഞാറമ്മൂട് ആയിക്കോണം എറിപ്പാറയിലാണ് പുതിയ അഗ്നിരക്ഷാ നിലയം നിർമ്മിക്കുന്നത്. പ്രവൃത്തിക്കായുള്ള എസ്റ്റിമേറ്റ് തുക ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു അധികൃതരുടെ കാലങ്ങളായുള്ള വിശദീകരണം. നിലവിൽ തുക അനുവദിച്ചതോടെ കെട്ടിടോദ്ഘാടനത്തിനായുള്ള കാത്തിരിപ്പും അവസാന ഘട്ടത്തിലാണ്. പഴയ കെട്ടിടത്തിലെ ശോചനീയമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന 40-ലധികം ഉദ്യോഗസ്ഥരുടെ ആവശ്യം കൂടിയാണ് കെട്ടിടത്തിന്റെ എത്രയും പെട്ടെന്നുള്ള നിർമ്മാണം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച് ഒടുവിൽ ഉപയോഗശൂന്യമായേക്കാവുന്ന ഒരു കെട്ടിടത്തിനാണ് നിലവിൽ ശാപമോക്ഷമാകുന്നത്. 6 മാസത്തിനുള്ളിൽ കെട്ടിടോദ്ഘാടനമെന്ന MLA. വാർത്ത ലക്ഷ്യത്തിലേക്കെത്തുന്നു. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.